നന്മയുടെ സ്വരമായുയരുക നാം, തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ, ആത്മനിറവാൻ, താളമികവാൻ, യേശുവിൻ മൊഴികൾ മികവാൻ, പകരാൻ വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness, Season 3. Voice of Goodness, Season 3. നമസ്കാരം. എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. Voice of Goodness, Season 3. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പോകാം. പോളച്ച, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. മനോജേട്ടാ, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. സിസ്ലി, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. സ്വാഗതം. ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കാൻ എത്തുന്നത് ഏഞ്ചലീന റംസി. വരൂ. ഹലോ. ഹായ്. എന്തൊക്കെ ചേഞ്ചസ് ഞാൻ വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇപ്പൊ എത്തിയിരിക്കുന്നത്? ആദ്യം ടെൻഷൻ ഇച്ചിരി കുറയ്ക്കണമെന്നുണ്ട്. പിന്നെ ജഡ്ജസ് കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞു തന്ന കറക്ഷൻസ് ഒക്കെ തിരുത്തണം. ഓക്കെ, അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പാടാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് ഗാനമാണ്? പാണികളിൽ ലണ്ടൻ സോങ്. ഓക്കെ, ശരി. അപ്പോ നല്ല രീതിയിലുള്ള ഒരു തുടക്കം തന്നെ ആവട്ടെ നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 രണ്ടാമത്തെ റൗണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നന്നായിട്ട് പാടണം കേട്ടോ. ഓക്കെ. ശരി. Voice of Goodness, Season 3.
പാണികളിൽ ഇരുപാണികളിൽ ഇരുമ്പാണികളേറ്റുപുളഞ്ഞു. പാണികളിൽ ഇരുപാണികളിൽ ഇരുമ്പാണികളേറ്റുപുളഞ്ഞു. മനുഷ്യപുത്രന്റെ ശിരസിലെ മുൾമുടി നീണഭാരത്താൽ കുതിർന്നു. പിതാവേ, ഇവരോടു ക്ഷമിക്കണമേ. ഏതു കാൽവരി ഗാഗുൽത്തായിലെ യാഗബലി. ഏഞ്ചലീന എന്തോ? നന്നായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് നന്നായിട്ട് പാടി അല്ലേ? അതെ അച്ഛനോടാണ് ചോദിക്കേണ്ടത്. പതിവ് പോലെ തന്നെ ഈ പാട്ടും അച്ഛൻ തന്നെയാണോ പഠിപ്പിച്ചു തന്നത്? അതെ. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് പാടിയോ? ആണോ? നമുക്ക് തുടക്കം, നല്ലൊരു തുടക്കം തന്നെ ഏഞ്ചലീന തന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ചോദിച്ചാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചോദിക്കട്ടെ, പൊളിച്ച എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ തുടക്ക ഗാനം തന്നെ? ഏഞ്ചലീന വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല സ്വീറ്റ് മെലോഡിയസ് വോയിസ് ആണ്. നല്ല പിച്ചിങ്, മുകളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല സ്ട്രെയിൻ ഇല്ലാത്ത വോയിസ്. താഴേക്ക് വരുമ്പോൾ കുറച്ചൊരു ഹസ്കിനെസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഈ മിഡിൽ ഒക്ടേവിലും കുറച്ച് താഴേക്കൊക്കെ ഇറങ്ങുമ്പോഴേ അത് കുറച്ച് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആവും. കുറച്ചും കൂടിയും ശ്വാസശക്തി കൂടി കിട്ടി കഴിഞ്ഞാൽ അത് കുറച്ച് മാറി കിട്ടും. പക്ഷെ നല്ല മെലഡിയാണ്, നല്ല മ്യൂസിക്കാണ്, വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു മെലഡിയാണ്. പ്രത്യേകിച്ച് ഈ തീമായിട്ട് യോജിക്കുമ്പോൾ അതിന് പറ്റിയ നല്ലൊരു മെലഡിയാണ്. കൺഗ്രാജുലേഷൻസ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. നല്ല ആശംസകൾ. നന്നായി പാടി മോള്. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ആഞ്ചലീന, എന്തോ? വെൽക്കം ബാക്ക്. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടി. മോളുടെ വോയിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് യെറ്റ് വളരെ ക്യൂട്ടാണ്. അപ്പം അതിൽ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് മോളുടെ ഈ റെൻഡീഷൻ ഓഫ് ദ സോങ്. പിന്നെ നല്ല ഫീൽ ഉണ്ടായിരുന്നു മോള് പാടിയിൽ. ഈ ഒരു പാട്ടിന് അനുയോജിച്ച ആ ഒരു എക്സ്പ്രഷൻസും അതുപോലെ മോള് പാടുന്ന ചില വരികളിലത്തൊക്കെ ഡൈനാമിക്സ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിരുന്നു. ഓക്കെ, എന്തായാലും അതൊക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പിന്നെ നല്ല വോയിസ് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ഹൈ ഒക്കെ പോവുകയാണെങ്കിൽ തന്നെയും അതൊക്കെ വളരെ ക്ലിയറായിട്ട് നല്ല ഭംഗിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ നല്ല റൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ഈ പാട്ടാണെങ്കിൽ ഇത്തിരി ടഫാണ് പാടാനായിട്ട്. കാരണം ഇതിൻ്റെ നോട്ട്സുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു നോട്ടിൽ നിന്ന് വേറെ നോട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു സഞ്ചാര ദിശയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. ദെൻ യു സെലക്റ്റഡ് ടഫ് സോങ്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പാടി. ആ പാട്ടിനോട് മോള് നീതി പുലർത്തി. ഓക്കെ, പിന്നെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ഇപ്പം ഇത് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ റേഞ്ചിലെത്തുമ്പോൾ, ലോ രജിസ്റ്റർ എത്തുമ്പോൾ ഇത്തിരി എന്താ പറയുക, ഇതുപോലെ ഹസ്കിനെസ് മാത്രമല്ല ഇത്തിരി ലോ ആയി പോകും. അപ്പോൾ ലോ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പാടാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രഗിളാണ് തോന്നിയത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ പാണികൾ ഇതുണ്ടല്ലോ, വരികൾ. പിന്നെ ഒരു കാര്യം മോള് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് പാടണം, തുറന്ന് പാടണം. അപ്പോൾ ഈ എനിക്ക് അങ്ങനെ തോന്നിയത് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതുകൊണ്ടല്ലോ, ആ ഫസ്റ്റ് പല്ലവിയിൽ. അപ്പം അത് വരുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇവരോട് ചുണ്ടും അല്ലെങ്കിൽ ആ ഒരു മുഖത്ത് ഇതുണ്ടല്ലോ, അതെല്ലാം കുറച്ചുകൂടെ ഓപ്പണായിട്ട്
പാടുമ്പോൾ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഒരു അക്ഷര സ്ഫുടത നന്നായിട്ട് വരും. ഓക്കെ, എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഫ്രം ദി ലാസ്റ്റ് സെഷൻ. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. ഹായ് ഏഞ്ചലീന, ഹലോ. സുഖാണോ? സുഖ. ഇപ്പൊ ചേച്ചി ആലോചിക്കുകയായിരുന്നു, ഞാൻ ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ സിനിമ മോളൊക്കെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ജയറാമേട്ടൻ്റെ ഒരു പടമുണ്ട്. അപ്പം അതിലാണ് ഞാൻ ആദ്യം പാടുന്നത്. വിദ്യാസാഗർ സാറിന് അറിയാമോ, മ്യൂസിക് ഡയറക്ടർ? ഓക്കെ, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലാണ് ഞാൻ ആദ്യം പാടാൻ ചെല്ലുന്നത്. അപ്പം അന്ന് വരെ ഞാൻ മെലഡി അല്ലാതെ പാടിയിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ സാറ് പാടാൻ പറഞ്ഞപ്പോഴും ഞാനൊരു കീർത്തനം പാടി ഓഡിഷന്, അതുപോലെ ഒരു മെലഡി സോങ്ങും പാടി. അപ്പോൾ സാറ് പറഞ്ഞു ശരി എന്നാൽ ഇനി ഒരു പാട്ട് പഠിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ആദ്യം പഠിപ്പിച്ച പാട്ട് മെയ് മാസം ജൂണോടായി കുഞ്ചുന്നു ലവ് യുടാ, അങ്ങനെ ഒരു പാട്ടുണ്ട് ആലിസ് ഇൻ വണ്ടർലാൻഡിൽ. അതാണ് എൻ്റെ ആദ്യത്തെ ഡെബ്യൂ സോങ്. ഒരു ഫാസ്റ്റ് നമ്പർ പാട്ടാണ് എനിക്ക് ആദ്യം തന്നത്. അപ്പം ഞാൻ അന്ന് വരെ ഒരു ഫാസ്റ്റ് നമ്പർ ട്രൈ ചെയ്ത്, എൻ്റെ വോയിസിന് എനിക്കും ഇഷ്ടം മെലഡി പാടാനാണ്. അപ്പം ഞാൻ ഓർത്ത് ഈ സാർ എന്തിനാണാവോ എനിക്ക് ഇങ്ങനെ ഒരു പാട്ട്, വല്ലതും ഒരു മെലഡി പാട്ടും എല്ലാം തന്നിരുന്നെങ്കിൽ സമാധാനമായിട്ട് പാടായിരുന്നു. പക്ഷെ സാറ് ചൂസ് ചെയ്ത് തന്നത് ഈ ഫാസ്റ്റ് നമ്പറാണ്. അപ്പം അന്നാണ് ഞാൻ ഡിസ്കവർ ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ എനിക്ക് ഫാസ്റ്റ് നമ്പർ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഡിസ്കവർ ചെയ്യാം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് വേറെ ചില ആൾക്കാർ നമ്മളോട് പറയുമ്പോഴായിരിക്കും. അപ്പം ഈ റൗണ്ട്സിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് പാടുമ്പോൾ ഇന്നേ വരെ ഫാസ്റ്റ് പാടിയിട്ടുണ്ടാവില്ല, ചിലർ ഫാസ്റ്റ് പാടുന്നവർ ഇന്നേ വരെ മെലഡി പാടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വോയിസിന് പറ്റും. അപ്പം അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ടാണ് ഇത്തരം റൗണ്ട്സ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട്സിൽ സെക്കൻഡ് റൗണ്ടിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുതിയ നിങ്ങളുടെ മാനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റട്ടെ, വോയിസിലുള്ള പുതിയ ശബ്ദങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡിസ്കവർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഇവർ രണ്ടുപേരും പറഞ്ഞ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഒന്നാമത്തെ ബോളുടെ വോയിസ് ഇന്ന് അത്ര ഇതല്ല, ഫേവറബിൾ അല്ല. അപ്പം അതിൻ്റെതായൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. മോള് ബേസ് പാടിയാലും ഹൈ പാടിയാലും ആ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മെയിൽ സോങ് ആണോ അതോ ഫീമെയിൽ സോങ് ആണോ? ഫീമെയിൽ സോങ്. ഓക്കെ, ആരാ പാടിയിരിക്കുന്നത്? ടെസ്ലിൻ ഷാജി. ഓക്കെ, ഈ ശ്രുതി തന്നെയാണോ അതോ സ്കെയില്? ഇത് തന്നെയാണ്. ഓക്കെ, ഇത് മോളുടെ ഇന്നത്തെ ആ ഒരു വോയിസിന്റെ ഒരു പ്രശ്നമേ തോന്നിയുള്ളൂ. അടുത്ത പ്രാവശ്യം നന്നായിട്ട് പാടാൻ കഴിയട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പം ഏഞ്ചലീന അങ്ങനെ നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. പിന്നെ ശബ്ദം വയ്യാത്തതിൻ്റെ അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഇനി നമുക്ക് മാർക്കും കൂടെ അറിഞ്ഞാൽ സന്തോഷമാവും അല്ലേ? പോളച്ച എത്ര മാർക്കാണ്? ഏഞ്ചലീന വളരെ നന്നായി പാടിയതുകൊണ്ട് 8.5. ഓക്കെ, നല്ല തുടക്കം. മനോജേട്ടാ? അപ്പോ മോൾക്ക് 8 മാർക്സ്. ഓക്കെ, സിസ്ലി? ഏഞ്ചലീന 8 മാർക്സ്. ഓക്കെ, അപ്പോ ഏഞ്ചലീന എന്തായാലും തുടക്കം വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഒരു ഗാനത്തിന് മോൾക്ക് ലഭിച്ചിരിക്കുന്നത് 24.5 മാർക്സ് ആണ് സെക്കൻഡ് റൗണ്ടില്. അപ്പൊ പോയിട്ട് വരൂ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. Voice of Goodness Season 3. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ലെ രണ്ടാമത്തെ ഗാനം ആലപിക്കാൻ വേദിയിലേക്ക് എത്തുന്നു ഡിയോൺ ലിജോ. ഡിയോൺ, നമ്മുടെ ചിരിക്കൊടുക്ക നാണക്കാരൻ. നാണം ഇതുവരെ മാറിയില്ലേ? മാറിയോ? എന്നിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ആ ചമ്മല് കാണാലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പൊ മോന് പാടാൻ പോകുന്ന പാട്ട് ഏതാ? മാലോകരെ വരും. ഇത് മോൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഈ പാട്ട് സെലക്ട് ചെയ്തേ? അമ്മയ്ക്കും പപ്പായ്ക്കും ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഇതങ്ങ് എടുത്തു. ഓക്കെ, അപ്പൊ കൊറേ നാള് കൂടിയിട്ട് അപ്പൊ കൊറേ നാൾ ഇതിരുന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നന്നായിട്ട് പാടണം കേട്ടോ. എത്ര മാർക്ക് വാങ്ങിക്കും? ഫുൾ വാങ്ങും. ശരി, അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോനെ. Voice of Goodness Season 3.
പാടിയിട്ട്? ഇഷ്ടപ്പെട്ടു. ചോദിക്കട്ടെ, അച്ഛനും അമ്മയും ബ്രദേഴ്സും ഒക്കെ ഉണ്ട് കൂടെ. മോൻ പാടിയത് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാരും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവല്ലേ? എന്ത് രസമാണ് അത് കാണാനായിട്ട്. അപ്പൊ ദേ ചോദിച്ചേ, നമ്മുടെ അച്ഛന്റെ അടുത്ത് പാട്ട് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് എന്ന്? അച്ഛൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു ഡിയോൺ, നന്നായിരുന്നു. താങ്ക് യു. നന്നായി പാടി കേട്ടോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. പാട്ട് ആരാ സെലക്ട് ചെയ്ത് തന്നെ? പപ്പ. പപ്പയും പാട്ടുകാരനാണ് അല്ലേ? അല്ലേ? അതെ. അപ്പൊ നല്ല കോറസ് ആയിരുന്നു. അനിയനും മറ്റു ചേട്ടനല്ലേ, ചേട്ടനൊക്കെ കൂടി പാടി. പിന്നെ നല്ല കോറസ് ആയിട്ട് പാടി. നല്ല ഋതമാണ് പാട്ടിന്റെ, നല്ല ഋതം. ഇങ്ങനെ മോഹന രാഗത്തില് അത് വല്ല പിടിയുണ്ട്? അങ്ങനെ മോഹന രാഗത്തിലായിരുന്നു എന്ന് വല്ല പിടിയുണ്ട് ഡിയോണിന്? ഇല്ലേ, അറിയില്ല. മോൻ നന്നായി പാടി. മോന്റെ ഏജിന് ഇനിയും വളരാൻ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പോഷറാണ് മോന് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് ഡിയോൺ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എപ്പോഴും. ആ മുഖത്ത് പുഞ്ചിരി ഒരിക്കലും പോകുന്നില്ല, ഒരു സ്ട്രെയിൻ ഒരിക്കലും എക്സ്പ്രഷനിൽ വരുന്നില്ല. എപ്പോഴും സന്തോഷവാനാണ്, വളരെ കംഫർട്ടബിളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടിൽ കുറച്ചൊരു പ്ലെയിൻ മെലഡിയാണത്. കുറച്ചും കൂടിയും സാധ്യതയുള്ള ഒരു മെലഡിയാണെങ്കിൽ കുറച്ചും കൂടിയും അവൻ്റെ കഴിവൊക്കെ അവന് കുറച്ചും കൂടി കാണിക്കാമായിരുന്നു. പക്ഷെ നന്നായി പാടി. നല്ല ആശംസകൾ. ഇനിയും ഉയരത്തിലേക്ക് പോകട്ടെ കേട്ടോ. മോനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല ഭാവിയുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഡിയോൺ. താങ്ക് യു ഫാദർ. ഇനി മനോജ് സാറിന്റെ അടുത്ത് ചോദിച്ചേ, എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഡിയോൺ കുട്ടാ, ഡിയോണിന്റെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. കൺഗ്രാജുലേഷൻസ്. എനിക്കൊന്ന് 1ാം റൗണ്ടൊക്കെ കഴിഞ്ഞ് 2ാം റൗണ്ടിലെത്തിയപ്പോ വേറൊരു ലെവലായിരിക്കാണ് ഡിയോൺ കേട്ടോ. വളരെ നന്നായി പാടി കേട്ടോ മോൻ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ കോറസ് സെക്ഷനാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചേട്ടനാണ് അല്ലേ, ചേട്ടൻ അനിയൻ അല്ലേ? പക്ഷെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. കാരണം അതൊരു ആ കോറസ് വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ലിഫ്റ്റായി പാട്ട്. അതൊരു നിങ്ങൾ 3 പേരും 4 പേരും ചേർന്ന് പാടുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഇവിടെ നിന്ന് കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ ഓർക്കസ്ട്ര ഓൾസോ ദേ ഡിഡ് എ വെരി ഗുഡ് ജോബ്. പിന്നെ മോൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഇങ്ങനെ ചിരിച്ച് വളരെ പ്ലസൻ്റായിട്ട് നിന്നിട്ടാണ് പാട്ടുകളൊക്കെ പാടുന്നത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഇപ്പോഴും ചിരിക്കുന്നതാണ്. അതെ, ഫാമിലി മൊത്തം നല്ല ചിരി എപ്പോഴും ഇങ്ങനെ പുഞ്ചിരി ഉണ്ടാവില്ലേ മുഖത്ത്. സോ നൈസ് ടു സീ ദാറ്റ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെ പാട്ടൊക്കെ നന്നായിട്ട് പാടി മോൻ. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഇത്തിരി മെലഡി, നല്ല മെലഡിയാണ്. നേരത്തെ പാടിയപ്പോൾ കുറച്ച് ചില സ്ഥലങ്ങളൊക്കെ ഫ്ലാറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പിച്ചെത്താത്ത പോലെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചരണത്തിലും. അപ്പം ആ പിച്ചൊന്ന് ശ്രദ്ധിക്കണം മോൻ കേട്ടോ. പാടി വരുമ്പോൾ കറക്റ്റ് പിച്ചിലായിരിക്കണം, ശ്രുതി ചേർത്ത് പാടണം. ക്ലാസിക്കലൊക്കെ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. അപ്പം ഈ ശ്രുതി ബോക്സ് വെച്ചിട്ടാണോ പ്രാക്ടീസൊക്കെ നടക്കാറ്? ആണല്ലേ. ഇത് സാറിന് പാടി കേൾപ്പിക്കാറുണ്ടോ ഇതിന് വരുന്നതിന് മുന്നേ? കർണാട്ടിക് പഠിപ്പിക്കുന്ന സാറോ പാടി കേൾപ്പിച്ചിരുന്നോ? അല്ലേ. അപ്പൊ സാറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നന്നാക്കി പാടാനുള്ള ടിപ്സൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ മോന് നല്ല ഭാവിയുണ്ട്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ് കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഇനി ചേച്ചിയുടെ അടുത്തും കൂടെ ചോദിക്കണ്ടേ? എന്നാ ചോദിക്കൂ, ഉഷാറായിട്ട് ചോദിക്കൂ. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടോന്ന് ഡൗട്ട് അടിക്കുമ്പോഴെങ്കിലും ആ മുഖം ഒന്ന് ഇച്ചിരി മാറ്. അതൊന്ന് കാണാനായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എക്സ്പ്രഷനൊക്കെ ഇട്ടത് കേട്ടോ.
പിന്നെ മോൻ്റെ ആ ചിരി ഈ ഫാമിലിയിലുള്ള എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ ഇത് ഇനി ആർട്ടിഫിഷ്യലായിട്ട് വരുന്നതാണോ എന്നൊന്നും നമ്മൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ബ്ലെസ്സിങ് ഉണ്ട്. എന്താ പറയുക, ആ സ്മൈലിൽ അതൊരു ഗ്രേസ് ആണല്ലോ, ഒരു കൃപയാണ് അങ്ങനെ ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ചിരിക്കാൻ പറ്റട്ടെ. ഇതുപോലത്തെ ആ സ്മൈല് എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ കേട്ടോ, ത്രൂ ഔട്ട് യുവർ ലൈഫ്. ഓക്കെ, അപ്പം ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും എഴുതി വെക്കുന്ന കാര്യങ്ങളെല്ലാം സെയിമാ. അപ്പൊ ഇനി ഡിയോണിന് ഞാൻ പുതിയതായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വിസ് നടത്താൻ പോവാ. റെഡിയാണോ? ക്വിസ് ചോദ്യം ചോദിക്കാൻ പോവാ. ചോദിക്കട്ടെ, ഈ പാട്ട് ഏത് സെയിന്റിനെ കുറിച്ചുള്ള പാട്ടായിരുന്നു? ഏത് വിശുദ്ധനെ കുറിച്ചുള്ള പാട്ടാ? ഗുഡ്. അപ്പൊ യൗസേ പിതാവിന്റെ കയ്യില് എപ്പോഴും കാണുന്ന കാര്യം എന്താ? ഉണ്ണീശ ഉണ്ട്. പിന്നെ ഒരു സാധനവും കൂടി ഉണ്ടല്ലോ യൗസേ പിതാവിന്റെ കയ്യില്. ഗുഡ്. ഏത് പൂവാന്നറിയോ അത്? അറിയില്ല. ലില്ലിപ്പൂ എന്നാണ് പറയണത് കേട്ടോ. ലില്ലി, വൈറ്റ് ലില്ലീസ് ആണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വൈറ്റ് ലില്ലിപ്പൂവ്? ഉണ്ണീഷ നമുക്കറിയാം അല്ലേ? അപ്പൊ വൈറ്റ് ലില്ലിപ്പൂ എന്തിനായിരിക്കും യൗസേ പിതാവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നതെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ? അറിയോ അതിന്റെ ഉത്തരം? ഇല്ല. എനിക്കും അറിയില്ലായിരുന്നു മോനെ. അപ്പൊ അത് അറിഞ്ഞ കാര്യം മോൻ എനിക്ക് അറിഞ്ഞുകൂടെ അത് ഫുള്ളി കറക്റ്റ് ആണോ എന്ന്. അച്ഛന് ചിലപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ തരായിരിക്കും. എനിക്ക് അറിഞ്ഞിടത്തോളം അതൊരു വിശുദ്ധിയുടെ സിമ്പലായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു പ്യോറിറ്റി, വിശുദ്ധി, പിന്നെ ഒരു സംരക്ഷകൻ അല്ലേ. നമ്മുടെ യൗസേ പിതാവാണ് പരിശുദ്ധ അമ്മേനെയും ഉണ്ണീശോനെയും സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്ടർ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിമ്പലായിട്ടാണ്, പ്യോറിറ്റിയുടെ സിമ്പലായിട്ടാണ് ലില്ലിപ്പൂവ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ സെയിൻസിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിട്ട് ഇരിക്കട്ടെ, മോന് കാത്തു സൂക്ഷിക്കട്ടെ കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ കോറസ് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ പാട്ട് കുറച്ചൊരു സിമ്പിൾ സോങ് ആണ്. അപ്പൊ ആ കോറസും കൂടെ വരുമ്പോഴാണ് ആ പാട്ടിനൊരു എടുപ്പുണ്ടാവുന്നത്. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത്, ഫാമിലി ആയിട്ട് പ്രിപ്പയർ ചെയ്തു, ഇവിടെ വന്നപ്പോഴും നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. വെരി ഗുഡ്. ആ എഫേർട്ടൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. പിന്നെയും ഇതേപോലെ എഫേർട്ട് എടുത്ത് അടുത്ത റൗണ്ട്സിലൊക്കെ നന്നായി പാടാൻ കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പോൾ ഡിയോൺ പ്രതീക്ഷിച്ചത് ഫുൾ മാർക്കാണ്, മുഴുവൻ മാർക്കും വാങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇപ്പൊ കിട്ടുമോ മുഴുവൻ മാർക്ക്? എന്താ തോന്നണേ? കിട്ടുമായിരിക്കും. ഇപ്പൊ ഡൗട്ടായോ? പാടുന്നതിന് മുമ്പേ പറഞ്ഞു ഉറപ്പായിട്ടും കിട്ടുംന്ന്. പാടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ ഡൗട്ടായോ? നമുക്ക് നോക്കാം എത്ര മാർക്ക് കിട്ടുന്നതെന്ന്. സിസ്ലി. ഡിയോൺ. യെസ്, ഡിയോന് 8 മാർക്സ്. താങ്ക് യു. മനു ചേട്ടാ? ഡിയോന് 7.5. അച്ഛാ? 7.5 മാർക്സ്. അപ്പോ ഡിയോൺ ഫുൾ മാർക്കൊക്കെ പ്രതീക്ഷിച്ചു വന്നു. പക്ഷേ ഡിയോണ് ലഭിച്ചത് 23 മാർക്സ് ആണ് 30-ല്. ഇപ്പൊ സന്തോഷാണോ? എപ്പോഴും സന്തോഷാണ് ഡിയോൺ. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്നും മോൻ വലുതാവുമ്പോഴും എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഈ ചിരി കളയരുത്. ഓക്കെ? അപ്പൊ ശരി മോനെ, പോയിട്ട് വരൂ. നമുക്ക് വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. മൂന്നാമത്തെ ഗാനം മത്സരിക്കാനായിട്ട് വേദിയിലേക്ക് എത്തുന്നത് സാനിയ. സാനിയ കുട്ടി എന്തോ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയൊക്കെ എത്തിയിട്ടുണ്ട്. അതേപോലത്തെ ഒരുക്കം പാട്ടിലും ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ട്. മോള് പാടാൻ പോകുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. മോള് ട്രെയിനിങ് ചെയ്യുന്നുണ്ടല്ലോ, പാട്ട് പഠിക്കുന്നുണ്ടല്ലോ, കുറെ വർഷങ്ങളായിട്ട് പാട്ട് പഠിക്കുന്ന ഒരാളാണ് അല്ല? അപ്പൊ എത്ര വർഷങ്ങളായിട്ട്? 4 മാസമായിട്ട്. 4 മാസമായിട്ടേ ഉള്ളൂ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. ബ്യൂട്ടിഫുൾ. അപ്പൊ മോള് ഏതാണ് പാട്ട് പാടാൻ പോകുന്നത്? നീനി രാമായൺ. അതപ്പോ മോള് തന്നെ സെലക്ട് ചെയ്തതാണോ അതോ സാറ് സെലക്ട് ചെയ്ത് തന്നതോ? മമ്മി സെലക്ട് ചെയ്തത്. മമ്മി സെലക്ട് ചെയ്ത. മമ്മി വന്നിട്ടുണ്ടോ കൂടെ? ഉണ്ട്. ഓക്കെ, അപ്പൊ മമ്മി ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മമ്മി പഠിപ്പിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് മോൾക്ക് ഇന്നിവിടെ ഈ പാട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പാടിക്കഴിഞ്ഞപ്പോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്രേ ഉള്ളോ? വീട്ടില് പഠിച്ച പോലെ പ്രാക്ടീസ് ചെയ്ത പോലെ അത്രയും നന്നായിട്ട് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ഇവിടെ പാടിക്കഴിഞ്ഞപ്പോ? കുഴപ്പമില്ല. ആണോ? എങ്ങനെയാ പാടിയത്? ബെറ്റർ ആയിട്ട് പാടിയോ? പഠിച്ചതിനെക്കാട്ടിലും പ്രാക്ടീസ് ചെയ്തതിനെക്കാട്ടിലും ഒക്കെ നന്നായിട്ട് പാടി. ഓക്കെ ആണ് അല്ലേ? ദേ അമ്മ ഓക്കെ പറഞ്ഞു. അമ്മയല്ലേ പാട്ട് സെലക്ട് ചെയ്ത് തന്നതും എല്ലാം അല്ലേ? അപ്പൊ അമ്മ ഹാപ്പിയാണ്. ഇനി നമുക്ക് നോക്കാം. മനോജേട്ടാ. സാനിയമോളെ, എന്തോ? സാനിയമോള് ഭയങ്കര എന്താ പറയാ, നല്ല രസമായിട്ട് ഈ പാട്ട് പാടി. താങ്ക് യു. കാരണം സാനിയ ഒന്ന് കഴിഞ്ഞ റൗണ്ടിലെ ഏറ്റവും ടോപ്പ് സ്കോററാണ് അല്ലേ? വാ, അതിനൊരു നല്ലൊരു കൈഡി കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ എന്താ ഭയങ്കര ഒരു പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. പക്ഷെ മോളെ പ്രതീക്ഷ ഒട്ടും എന്താ പറയുക കളഞ്ഞില്ല. ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ് മോളുടെ ഈ പാട്ടിൽ. എനിക്ക് തുടക്കത്തിലൊക്കെ ആ ഒരു ആഡ് ലിബൊക്കെ വളരെ കൂളായിട്ടാണ് പാടുണ്ടായിരുന്നു മോള്. എനിക്ക് വളരെ നന്നായിരുന്നു. നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടായിരുന്നു. പിന്നെ ഇതൊരു ടഫ് സോങ് ആണ്. കർണാട്ടിക് പഠിച്ചിട്ട് എത്ര നാളായി? 4 മാസം. 4 മാസമായിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ സാറ് ഹെൽപ്പ് ചെയ്തിരുന്നോ ഇത്? അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും മോള് വളരെ അറ്റംപ്റ്റഡ് റിയലി വെൽ ഒരു സോങ്. പിന്നെ ഒരു 4 മാസം ആയതുകൊണ്ടിൻ്റെ ആ ഒരു ഇളം പ്രായമാണ് എന്ന് പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക്കിൽ അല്ലേ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഏരിയാസൊക്കെ കുറേ കറക്ഷൻസ് ആവശ്യമുണ്ട്. കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് പാടാൻ പറ്റും മോൾക്ക്. പിന്നെ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഒരു കാര്യം ചെയ്താൽ ഇതിൻ്റെ പാട്ട് കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് പോകും. മോള് പാടുമ്പോൾ വളരെ പ്ലെയിനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, മനസ്സിലായോ? പ്രത്യേകിച്ച് കർണാട്ടിക്കൊക്കെ പാടുമ്പോൾ ശ്രദ്ധിച്ചുണ്ടോ? ആൾക്കാർ തലക്കിട്ടാട്ടി ആ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. ആ ഒരു ഫസ്റ്റ് ലൈനൊന്ന് പാടി ഒന്ന് ബോഡിക്ക് ഒന്ന് പറഞ്ഞ വളരെ ആ ഒരു ബോഡി കൂടെ ഹെൽപ്പ് ചെയ്യുന്നു മോളെ. ആയിരിക്കും തലക്കാട്ടിക്കോ പരാപരന്നീ ചരാചര മഹാദേവൻ നീ ദയാമയൻ നീ മഹോന്നതൻ നീ സനാതന സുഖദായകൻ. നോട്ട് ബാഡ്. പക്ഷെ ആ ഒരു എലമെന്റ്സ് ഒക്കെ ഇനി പാടുമ്പോൾ കൊണ്ടുവരാനൊന്ന് ശ്രദ്ധിക്കും. കാരണം നമ്മുടെ ബോഡിക്ക് കൃത്യം ആ പാട്ടിനനുസരിച്ച് തന്നെ ആക്ഷൻസും അതൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യും മോളുടെ ഈ പാട്ടിൽ. പിന്നെ അതിൽ പാട്ടിലേക്ക് വരികയാണെങ്കിൽ പാരിന്നു പരിപാലകൻ. അപ്പം ചില സ്ഥലങ്ങളൊക്കെ പിച്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്രുതി അത് ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് ആവുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഓവറോൾ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ മോള് വളരെ നന്നായിട്ട് പാടി. അതായത് അതിൻ്റെ സ്കെലിട്ടൺ വളരെ പെർഫെക്റ്റ് ആയിരുന്നു, നോട്ട്സുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ കുറച്ച് ഈ ഗമകങ്ങൾ പ്രത്യേകിച്ച് ഒരു സെമി ക്ലാസിക്കലാകുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടെ ഗമകങ്ങളൊക്കെ ആവാം. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഇനി സെമി ക്ലാസിക്കൽ റൗണ്ടോ അങ്ങനത്തെ പാട്ടുകളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയണം. ആരെ പാട്ട് സെലക്ട് ചെയ്തതെന്ന്? മമ്മിയാണോ? മമ്മി പാട്ട് പാടുമോ? ആണല്ലേ? ഓക്കെ ഓക്കെ. മമ്മി ഇപ്പോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് നൈസ്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മോള് വളരെ നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ടാലൻ്റാണ്. അറ്റ് ദ സെയിം ടൈം ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ടാണ്. നിങ്ങളുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ഇനി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഈ സജഷൻസും ടിപ്സൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതൊന്ന് ആ രീതിയിലൊക്കെ ഒന്ന് കണ്ട് നമുക്ക് അടുത്ത പാട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് പാടണം. ഓക്കെ. എന്തായാലും മോൾ ഇത് വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, ചെറിയ കറക്ഷൻസ് മാത്രം. ഓക്കെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സിസ്ലി. സാനിയ, മനോജേട്ടൻ പറഞ്ഞ പോലെ തന്നെ സാനിയ ഒരു ഹൈ സ്കോറർ ആയിരുന്നു കഴിഞ്ഞ റൗണ്ടിൽ അല്ലേ? നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സാനിയ, എനിക്ക് തോന്നുന്നു ഈ റൗണ്ടിൽ അത് അമ്മയ്ക്കാണോ കൊടുക്കേണ്ടത് മോൾക്കാണോ കൊടുക്കേണ്ടതല്ല, അമ്മ എന്താണോ വരുന്നതെന്ന് പ്രതീക്ഷ. നല്ല കാര്യമോ, പേടിക്കണ്ട. അല്ല, എന്താ ഇപ്പം ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ ക്ലാസിക്കൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം മോളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്തൊരു പാട്ട് എടുത്തോണ്ട് വന്ന് അത്
കൈവിട്ട് പോകുന്നേക്കാട്ടിലും കുറച്ച് സേഫായിട്ട്, എന്നാൽ സെമി ക്ലാസിക്കൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു രാഗം ബേസ്ഡ് ഒരു സോങ് ആണ്. ഇത് വേണമെങ്കിൽ ഒരു മെലഡി അല്ല, സെമി ക്ലാസിക്കൽ അതിൻ്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു പാട്ടായിട്ട് എടുക്കാം. പക്ഷെ അത് ഞാൻ കാണുന്നത് ഒരു ബ്രേവ് ആയിട്ടാണ് കാണുന്നത്. അതായത് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കോമ്പറ്റീഷനാണ് അല്ലേ. മോളൊരു ഹൈ സ്കോറർ ആണ്. അപ്പോൾ ഒരുപാട് മാർക്സ് ലോ ആയി പോവാതിരിക്കാൻ മോൾ അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആയിരുന്നോ? അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നോ മനസ്സിൽ? ഉണ്ടായിരുന്നു അല്ലേ. സോ ദാറ്റ് വാസ് ഗുഡ് കേട്ടോ. പക്ഷേ നമുക്കിനി കുറച്ചും കൂടെ മുമ്പോട്ട് പോകും തോറും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള സോങ്സും കൂടി മോൾ അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി എപ്പോഴും സേഫ് ഒരു കംഫർട്ട് സോണിൽ നിൽക്കാതെ നമ്മളൊന്ന് ലെറ്റ് ഔട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അടുത്ത റൗണ്ട്സിൽ വരുമ്പോൾ ഇനി കുറച്ചും കൂടി ശ്രദ്ധിക്കാം. അപ്പം ഈ പാട്ട് മോള് ഇച്ചിരിയും കൂടി ഒരു ക്ലാസിക്കൽ എന്താ വെച്ചാൽ പറയുന്നത് ഒരു ഇഴുത്തം വന്ന പോലെ പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ഇച്ചിരി മെലോഡിക് ആയിട്ട് അങ്ങ് പോയി. എന്തൊക്കെ പറഞ്ഞാലും സെമി ക്ലാസിക്കലാണ്. നമ്മൾ എടുത്തോണ്ട് വന്ന പാട്ടും അത്ര ഡിഫിക്കൾട്ട് അല്ല. പ്രിൻസേട്ട ആ ശ്രുതി തരും. മോൾ ആ 4 ലൈൻസ് ഒന്നുകൂടി ഒന്ന് പാടുമോ? നീ നിരാമയൻ നീ പരാപരൻ നീ ചരാചരമഹദേവൻ നീ ദയാമയൻ നീ മഹോന്നതൻ നീ സനാതന സുഖദായകൻ. മോളെ സുഖദായകൻ കേട്ടോ. ആ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് മഹാധിപൻ, ആ ധായൊക്കെ സാധാ ധായ പറയുന്നത്. അങ്ങനെ വാക്കുകൾ കുറച്ചും കൂടി പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നീ നിരാമയൻ നീ പരാപരൻ നീ ചരാചരമഹദേവൻ. ആ വരുന്ന എൻഡ് ചെയ്യുന്ന നോട്ട് അതൊക്കെ ഒന്ന് ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ നല്ലത്. ഇച്ചിരി കൂടി ഒരു ക്ലാസിക്കൽ മോള് പഠിക്കുമ്പോൾ അത് വന്നോളുമായിരിക്കും. ഇച്ചിരി കൂടി ഒരു മെലഡിക് ആവാതെ ഇച്ചിരി കൂടി ഒരു ക്ലാസിക്കലായിട്ട് പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പാട്ട് കേട്ടോ. ഞാനിത് പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ അവർ കുറച്ചും മെലോഡി ആയിട്ടാണ് പാടുന്നത്. പക്ഷെ മോൾക്ക് ഈ റൗണ്ടിൽ എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി അതുപോലെ പിന്നെ സാനിക്ക് വരാത്തൊരു കാര്യമാണ് ഈ ശ്രുതി. ഇച്ചിരി ഹമ്മിങ് ഒക്കെ പാടുമ്പോൾ ഒരു ഫ്ലാറ്റായി പോകുന്ന പോലെ ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ പാട്ടെടുക്കുമ്പോൾ? ക്ലാസിക്കൽ അറിയില്ല എന്നുള്ള ഒരു പേടിയാണ് അതല്ലേ. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ എന്നുള്ളൊരു ടെൻഷനാണ്. അതൊന്നും ചിന്തിക്കാണ്ട് ഈ സ്റ്റേജിൽ വരുമ്പോൾ മോള് നല്ല ഓപ്പൺ ആയിട്ട് കിട്ടിയ പാട്ട് ആസ്വദിച്ച് പാടുക. കിട്ടിയ ലോട്ടറി ഇല്ലെങ്കിൽ ഒന്നുമില്ല, ആ രീതിയിൽ വേണം പാടാനായിട്ട് കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് പാടുക. വേറെ ബാക്കിയുള്ള റിസൾട്ടിനെ കുറിച്ചൊന്നും നിങ്ങൾ വറി ചെയ്യരുത് കേട്ടോ. ഓക്കെ മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. പോളിച്ചാ സാനിയ വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അച്ഛാ. യു ഹാവ് എ ഗ്രേറ്റ് വോയിസ്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമല്ലേ. നല്ല ശബ്ദമാണ്, പ്രൊഫഷണൽ വോയിസ്. അത് എല്ലാവർക്കും അങ്ങനെ ഈസി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സഹായിച്ച അത് വലിയൊരു ഘടകമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു സെമി ക്ലാസിക്കൽ റൗണ്ട് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഈ പാട്ട് ഒരു രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടെന്നല്ലാതെ കുറച്ചും കൂടി സെമി ക്ലാസിക്കൽ സ്റ്റൈല് വരണമല്ലോ, അല്ലെങ്കിൽ പിന്നെ സെമി ക്ലാസിക്കൽ റൗണ്ട് എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇതൊരു മെലോഡിക് റൗണ്ടിൻ്റെ പാട്ട് പോലെയാണത് ഫീൽ ചെയ്തത്. ഓഫ് കോഴ്സ് ഹമീർ കല്യാണി രാഗം ഒക്കെ ബേസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ ഹമ്മിങ് വളരെ ഇംപ്രസീവായിരുന്നു. തുടക്കത്തിലുണ്ടായ ഹമ്മിങ് അതൊക്കെ വളരെ അനായാസം മോൾക്ക് വരുന്നുണ്ട്. അത് നല്ല ഒരു സംഗീതജ്ഞാനം ഉള്ളിലും അതുപോലെ തന്നെ അതിനനുയോജ്യമായിട്ടുള്ള ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല എക്സിക്യൂഷൻ നടത്തുകയുണ്ടായി. അപ്പോൾ ഇനിയും പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് സിസിലി പറഞ്ഞതുപോലെ ഉച്ചാരണം വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഇയാളതൊന്നും ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല കാര്യമായിട്ട്. മെലഡി അതൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ ഉച്ചാരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സംഗീതത്തിൽ. തുടക്കത്തിൽ തന്നെ നമുക്ക് ശീലം ഉണ്ടാവണം. അതുപോലെ ഇപ്പോൾ അവസാനം മകരന്ദ മധുരാലയം എന്ന് പറഞ്ഞു മധു അല്ലേ. അപ്പോൾ ആ ഏത് സിലബിളാണ് അതിനൊരു മലയാളം കുറച്ച് അറിയുന്ന ഒരാളോട് ഒരു ട്യൂഷൻ എടുത്താലും കുഴപ്പമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ആരും പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട്? കരം, അധികരം, മൃദു, ഘോഷം ഇതൊക്കെ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ് പാട്ട് പാടുന്നതിൽ. എങ്ങനെ അത് ഉച്ചരിക്കണം എന്നുള്ള കൃത്യം മനസ്സിലായോ? അപ്പോൾ ഘോഷം എങ്ങനെയാണ്, ഭ, അതൊക്കെ കൃത്യം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ മഹാധിപൻ, അത് എങ്ങനെ അത് കുറച്ച് നമ്മൾ ഹോംവർക്ക് ചെയ്യണം വീട്ടിൽ വായിക്കുമ്പോഴും.
പറയുമ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. അങ്ങനെയപ്പോൾ നമുക്ക് പാട്ടിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഓടി വന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഉച്ചാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുദാസിനെ പോലെയുള്ള ഗായകരൊക്കെ വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം വളരെ കറക്റ്റായിട്ടുള്ള ഉച്ചാരണമാണ്. മനസ്സിലായോ? അപ്പോൾ തുടക്കത്തിൽ തന്നെ ചെറിയൊരു കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ചെറുപ്പത്തിൽ തന്നെ ശീലിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ അവസാനം ആ പ്രാണാധിതാപം പാരാഗെ മൂകം, അത് നേരത്തെ ഒന്നും ക്ലിയർ ആയിരുന്നില്ല. മുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിൽ ലിറിക്സ് നോക്കിയപ്പോൾ എനിക്ക് വാക്ക് തിരിഞ്ഞു കിട്ടണം. മനസ്സിലായി? പക്ഷെ നമ്മൾക്ക് നല്ല ഭാവിയുണ്ട്. യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്. അതിപ്പോൾ പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, ശബ്ദം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൂടി വരുന്നത്. സോ യു ആർ ഗ്രേറ്റ്ലി ബ്ലെസ്ഡ് ബൈ ഗോഡ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. സന്തോഷായോ? സന്തോഷം. തൃപ്തിയായോ? അമ്മയ്ക്ക് ഓക്കെയാണ്? അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടോ ചേച്ചിയുടെ പാട്ട്? ആണോ? എത്ര മാർക്ക് വേണം ചേച്ചിക്കിനി? നാണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര മാർക്കാണ് ഗാനത്തിന് ലഭിക്കുന്നതെന്ന്. പൊളിച്ചാ സാനിയയ്ക്ക് 8.5 മാർക്സ്. താങ്ക് യു അച്ഛാ. മനോജ് ചേട്ടാ? സാനിയയ്ക്ക് 8 മാർക്സ്. സിസ്ലി? സാനിയുടെ മാർക്ക് പറയുന്നതിന് മുമ്പ് ഓർക്കസ്ട്ര, സ്പെഷ്യലി ബിജു ചേട്ടൻ മോളെ പാട്ടിന് ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്തു കേട്ടോ. പെർക്കഷൻ വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഓർക്കസ്ട്രയ്ക്കും കൂടെ ചേർത്ത് മോളുടെ മാർക്സ് 8. ഓക്കെ, അപ്പോ സാനിയക്ക് ലഭിച്ചിരിക്കുന്നത് 24.5 മാർക്സ് ആണ്. ഹാപ്പിയാണോ? എന്നാലും എന്തോ കുറച്ച് വിഷമം പോലെ ഇല്ല? ഉണ്ട്. അപ്പൊ പോയിട്ട് വരൂ, നമുക്ക് വീണ്ടും കാണാം സാനിയ. ഓക്കെ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ബൈ. തേനിലും മധുരം വേഗമല്ലാതിൻ നേടുണ്ടുകൾ തോഴാ നീ തത്രകമിതിലേ. അഗ്നസ് വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. കുറച്ച് ചലഞ്ചുള്ളൊരു പാട്ടാണ്. സ്വരങ്ങൾ, പ്രത്യേകിച്ച് സ്വരങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും വലിയ ചലഞ്ച്. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. കുഞ്ഞുളിയിൽ കല്ലറവിങ്ങുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ വേദിതാ മനമാകെ നീയല്ലോ പുണ്യാളാ, ഈ വർഗീസഹനായ നീയല്ലോ. മനമാകെ നീയല്ലോ പുണ്യാളാ, ഈ വർഗീസഹനായ നീയല്ലോ. ഭയക്കരുത് പാട്ടിനെ ഭയന്ന അത് അവിടെ ഇങ്ങനെ നിൽക്കും. നമ്മൾ വേറെ ആയിട്ടും നിൽക്കും. നല്ല ജെല്ല് ചെയ്ത് പാട്ടിൽ ഇൻവോൾവ് ചെയ്ത് അങ്ങ് ഫുള്ളി അതിൽ ഇമേഴ്സ്ഡ് ആയിട്ട് വേണം പാടാൻ.